നമ്മുടെ മീഡിയ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാലത്ത് ആദ്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് പ്രിൻറ്റിങ് കണ്ടുപിടിച്ചാണ്. പ്രിൻറ്റിങ് കണ്ടുപിടിച്ചതോടുകൂടി വലിയ റാഡിക്കൽ റവല്യൂഷൻ ഉണ്ടായി ലോകത്ത്. അതിനുശേഷമാണ് പിന്നെ വാർത്താമാധ്യമങ്ങളുണ്ടായത്, പ്രസിദ്ധീകരണങ്ങളുണ്ടായത്. അതിൽ നിന്നാണ് നമുക്ക് TV ചാനലുകൾ ഉണ്ടായത്. അവിടെ നിന്ന് വീണ്ടും ഡിജിറ്റൽ മീഡിയയിലേക്ക് വരികയാണ്. ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഡിജിറ്റൽ TV ആണ്. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കാണുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കേണ്ട. പണ്ടൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആദ്യം വാർത്ത വിശ്വസിക്കും. ഇപ്പം എന്നെ പോലെ ഒരാൾ ആദ്യം ഒരു വാർത്ത ഡിജിറ്റൽ മീഡിയയിൽ കണ്ടാൽ അത് അവിശ്വസിക്കും ആദ്യം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് അത് വിശ്വസിക്കാൻ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം എത്ര വലിയ കുഴപ്പം ചെയ്ത ഒരാളെ, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് കഴിയും. സത്യസന്ധനായ ഒരാളെ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ ചെളി വാരിയെറിഞ്ഞ് വഷളാക്കി ലോകത്തെ ഏറ്റവും മോശക്കാരനായ ഒരാളാക്കി മാറ്റാനും ഡിജിറ്റൽ TVക്ക് കഴിയും. ഇന്ന് ലോകത്തെ മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മാധ്യമത്തെയാണ്. ഞാൻ പേരൊന്നും പറയില്ല, ആരും പേരൊന്നും പറഞ്ഞ് ഞാനൊരു വിവാദത്തിലേക്കൊന്നും പോകില്ല. പക്ഷേ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, മരിയ റേസ എന്ന് പറയുന്ന നോബൽ സമ്മാനിതയായ ഒരു വനിത എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം. അതിൽ ഏകാധിപതികളായ ഭരണാധികാരികൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനെയും ഡിജിറ്റൽ TVയെയും എത്ര മനോഹരമായിട്ടാണ് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ റിസർച്ചിൻ്റെ വിശേഷമാണ്. അപ്പം നല്ല രീതിയിലും കൊണ്ടുപോകാം, മോശമായ രീതിയിലും കൊണ്ടുപോകാം. ആറ്റം ബോംബ് കണ്ടുപിടിച്ച പോലെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ കണ്ടുപിടിച്ചതുപോലെ, ന്യൂക്ലിയർ പവർ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, നാശത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എന്നതുപോലെ ഒരേ സമയത്ത് അപകടകാരിയും ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സംഭവമാണ് ഡിജിറ്റൽ TV.